വീഡിയോ ഇടുന്നത്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. 40-45 ദിവസമായി. സാധാരണ പോയ ഉടനെ തന്നെ തിരിച്ചു വരൂ, എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാറുള്ളതാണ് പതിവ്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എവിടെയാ പോയതെന്നും അറിയണില്ല. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സക്കറിയ എന്നാണ്. തബല ഒക്കെ വായിക്കുന്ന, ഡ്രംസ് ഒക്കെ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കണം. അദ്ദേഹം എവിടെയെന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഞങ്ങൾ കുറേ പേര്, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിഞ്ഞിട്ടില്ല എവിടെയാണെന്നുള്ളത്. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. എവിടെ എന്നുള്ളതാണ് ആർക്കും അറിയാത്തത്. നിങ്ങൾ കണ്ടുപിടിച്ച് തരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെയാണെന്നുള്ള വിശ്വാസത്തിൽ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഒന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്കണേ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആശാ ശരത് തൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട വീഡിയോ ആണ്. അന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആശാ ശരത് തൻ്റെ ഭർത്താവ് മിസ്സിംഗ് ആണെന്ന് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറയുകയായിരുന്നു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച ആരാധകർ തങ്ങളുടെ നടുക്കം കമൻ്റായി രേഖപ്പെടുത്തുകയുമുണ്ടായി. അതേസമയം തന്നെ മറ്റു ചില ആരാധകർ ആശാ ശരത്തിൻ്റെ പുതിയ പടമായ എവിടെ എന്ന പടത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടുള്ള കമൻറ്റുകളും ആ വീഡിയോയ്ക്ക് താഴെ വരികയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി, എവിടെ എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി വളരെ സമർത്ഥമായിട്ട് ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഒരു കേസ് പോലും കോടതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. രേഖ രതീഷിനെ ഇത്രയും മാനസികമായി തളർത്തിയ ആ വീഡിയോ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് യൂട്യൂബിൽ തിരഞ്ഞു. പക്ഷേ എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. 2-3 വീഡിയോസൊക്കെ ഞാൻ കണ്ട്, ഇവരുടെ രേഖ രതീഷ് എന്നുള്ള വ്യക്തിയുടെ പേര് സൂചിപ്പിക്കുന്ന അവരുടെ പിക്കൊക്കെ വെച്ച് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടു. പക്ഷേ അതിലൊന്നും ഞാൻ അത്രമാത്രം ഇങ്ങനെ കരഞ്ഞു മെഴുകാൻ മാത്രമുള്ള എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നുമില്ല. ഞാനൊന്നും കണ്ടെത്തിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു ബിറ്റ് കിട്ടിയത്, അത് ഞാൻ ഇവിടെ വെക്കാം. മനസ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു മനസ്സ് ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ വിഷമിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ രേഖ രതീഷ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരഞ്ഞ് പിന്നെ മാനസികമായി തകർന്ന് എന്തെങ്കിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണോ എന്നൊന്നും എനിക്ക് തോന്നില്ല. വളരെ സ്റ്റബണായ ഒരു വ്യക്തി. അത് അവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല, രേഖ രതീഷിൻ്റെ സ്വഭാവം തന്നെ ആ രീതിയിൽ ഉള്ളതാണെന്നാണ് പല സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഒരിക്കൽ രഞ്ജിനി ഹരിദാസും രേഖ രതീഷും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ, അത് തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞ് പാളീസായ ഒരു ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഇനി ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. വെട്ടി മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സിന് എന്റെ ഹസ്ബൻഡിന്. കാലിലെ കെട്ടല്ല, അതാദ്യം മനസ്സിലാക്കിക്കോ. എന്റെ ഹസ്ബൻഡിന് എന്റെ കുടുംബം നശിപ്പിക്കാതിരിക്കാൻ. അല്ല, ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് നിങ്ങൾ ഇരിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കി. എന്റെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ ഒന്നുമില്ലല്ലോ. അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. അത് നിങ്ങളുടെ ശീലം, അത് എന്റെ ശീലമല്ല. എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, ഇവരുടെ വ്യക്തിജീവിതം മുഴുവൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് ഇവർ തന്നെയാണ്. പ്രേക്ഷകരായ ആളുകൾക്കും ഉള്ളിൽ ഇത് കാണുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അവരുടേതായ അഭിപ്രായമൊക്കെ പറഞ്ഞു എന്ന് വരും. അതിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറുടെ വായിൽ കൂടിയാണ് പുറത്തു വരുന്നതെങ്കിലും ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധാരണ പ്രേക്ഷകൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഈ യൂട്യൂബർമാരുടെ ഒക്കെയാണ് കുറ്റം പറഞ്ഞു വരുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. സ്വന്തം മക്കൾ വളർന്നു കഴിയുമ്പോൾ തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ ഒരു മാതാപിതാക്കളും ഉണ്ടാക്കി വെക്കരുത്. പിന്നെ കിടന്ന് മുങ്ങിയിട്ടൊരു കാര്യമില്ല. അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മറ്റുള്ള ആളുകളുടെ തലയിൽ കെട്ടിവെച്ചിട്ടും കാര്യമില്ല. അത് എത്ര പ്രാവശ്യം കെട്ടിവെക്കും? ഒരു തവണ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ആളുകൾ വിശ്വസിച്ചു എന്ന് വരും. ഇനി രണ്ടാമത് തവണ ഇങ്ങനെയൊരു കരച്ചിലും വീഴ്ചയിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേര് കേൾക്കും? അമൃത ടി വിയിൽ വന്ന കഥയല്ലിത് ജീവിതം എന്ന ഷോയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു എപ്പിസോഡിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. കുറച്ചുകൂടി ഭാഗങ്ങൾ കണ്ടു നോക്കൂ. വെട്ടി മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സിന് എന്റെ ഹസ്ബൻഡിന്. കാലിലെ കെട്ടല്ല, അതാദ്യം മനസ്സിലാക്കിക്കോ. എന്റെ ഹസ്ബൻഡിന് എന്റെ കുടുംബം നശിപ്പിക്കാതിരിക്കാൻ. അല്ല, ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് നിങ്ങൾ ഇരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് നിങ്ങൾ ഇരിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കി. എന്റെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ ഒന്നുമില്ലല്ലോ. അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. അത് നിങ്ങളുടെ ശീലം, അത് എന്റെ ശീലമല്ല. എനിക്ക് ആവശ്യമുണ്ട് അഭിലാഷ്. 3-4 പേരുടെ കൂടെ ആയില്ലേ? എന്തിന് ഈ ഒരു കുടുംബം കൂടെ ഇങ്ങനെ നശിപ്പിച്ചു? അല്ല, എന്തായാലും 3 ആയില്ല, 4-ാമതായിട്ട് ഞാൻ വെച്ചോളാം. പറ്റത്തില്ല. കോടതിയിലേക്ക് കയറി വന്നത് രേഖേനെയും കെട്ടിപ്പിടിച്ച് എന്റെ കുഞ്ഞിനെയും കൊണ്ട് മമ്മി മുമ്പിലേക്ക് ചെന്നപ്പോ ഈ നിൽക്കുന്ന ഈ സ്ത്രീയെയും കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. അതിൽ കൂടുതൽ ഒരു സീൻ എന്റെ കുഞ്ഞ് കാണാനില്ലല്ലോ. ഈ ഷോയുടെ ഈ ബിറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഭാര്യയുടെ കൂടെ മാത്രമേ നിൽക്കാൻ തോന്നുന്നുള്ളൂ. കാരണം അത്രയും നെഞ്ചിൽ തട്ടിയുള്ള അവരുടെ സംസാരം, എല്ലാവരുടെയും നെഞ്ചിൽ തട്ടുന്നതാണ് അവരുടെ സംസാര രീതി. ഏതായാലും നിലവിൽ ഈ രേഖയുടെ 4ാം ഭർത്താവും ആദ്യ ഭാര്യയും മക്കളും ഇപ്പോൾ സന്തോഷകരമായി ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. കേട്ടല്ലോ, രേഖയുടെ നാവിൽ നിന്ന് തന്നെ വന്നു ഇത് 4ാമത്തേതാണെന്ന്. 4 കഴിഞ്ഞാൽ ഇനി 5 അല്ലേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും, ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. ഇത് രേഖ രതീഷ് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരാഴ്ച മുമ്പിട്ട വീഡിയോ ആണ്. ഇത് കാണുന്ന പ്രേക്ഷകർ എന്താണ് കരുതേണ്ടത്? ഉള്ളിലടക്കിയുള്ള ചിരിയൊക്കെ കാണുമ്പോൾ 5ാമത്തെ വിവാഹത്തിനുള്ള സെറ്റപ്പായി. സ്വയം വിത്തിട്ട് കൊടുത്തിട്ട് പിന്നെ അത് പടർന്ന് പന്തലിച്ച് വലിയ ചെടിയും മരമൊക്കെ ആവുമ്പോൾ പരിതപിച്ചിട്ട് കാര്യമില്ല. തനിക്ക് എന്തും ചെയ്യാം, എന്തുമാവാം. പക്ഷെ മറ്റുള്ളവർ അതെടുത്ത് ഒന്നും പറയരുത്, ചെയ്യരുത്. ഇങ്ങനെയുള്ളവർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപേക്ഷിച്ച് വീട്ടിലടങ്ങിയിരിക്കണം. ഇത് മറ്റൊന്നുമല്ല. അവർ പുതിയതായിട്ടൊരു ഓൺലൈൻ സാരി ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു പ്രൊമോഷൻ തന്നെ. അവർക്കെതിരായിട്ട് മുൻപൊക്കെ സോഷ്യൽ മീഡിയ അറ്റാക്കുകളും യൂട്യൂബ് ചാനൽസൊക്കെ അവർ പല രീതിയിൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ നിലവിൽ യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നില്ല. അവരായിട്ട് അവരുടെ മകൻ തന്നോട് ഇങ്ങനെ ചോദിച്ചോ, സാരി മാറുന്നത് പോലെ എങ്ങനെയാണ് അമ്മ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചോ എന്ന പേരിൽ ഇപ്പോൾ അവരായിട്ട് ഇതിനിറങ്ങിയിരിക്കുന്നത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം. ആ പോകുന്ന വഴിക്ക് ഒരു കൊട്ട് കൊടുത്തു, യൂട്യൂബേഴ്സിന് ഒരു കൊട്ട് കൊടുത്തു. അത് വളരെ സമർത്ഥമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മുഖ്യമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൊടുത്തു. അതുവരെ യാതൊരു പരിഗണനയും കിട്ടാതിരുന്ന ഈ രേഖ രതീഷിൻ്റെ ഈ പരാതിന്മേൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ റീച്ചായി മുന്നോട്ട് പോയി. ഒരു വടിക്ക് എത്ര പക്ഷികളാണ്? 1 അല്ല, 2 അല്ല, 3 അല്ല. എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ? അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വർ കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ, എന്റെ ആ തീരുമാനം ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം.